പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും നോമ്പുകാല വന്ദനങ്ങൾ. 2026 ആണ്ട് നോമ്പുകാലത്തിൻ്റെ 15-ാം ദിവസം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം 3-ാം തീയതി. എനിക്ക് നിങ്ങളോട് പ്രധാനമായും കഴിയുന്നത്ര ഊന്നലോടുകൂടെ പറയാനുള്ളത്, ഈ ആണ്ടത്തെ നോമ്പ് ആത്മാഭിമാനത്തിൻ്റെ നോമ്പ് ആയിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി എ ലെൻഡ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, വ്യക്തികൾ അവരവരുടെ വില തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങളെയും ജീവിത നിലവാരങ്ങളെയും ദർശനത്തെയും രൂപീകരിക്കുന്ന ആ അച്ചടക്കത്തിൻ്റെ പേരാണ് ആത്മീയത. അതിനനുബന്ധമായിട്ടുള്ള ചിന്തയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. മതപരമായ കാഴ്ചപ്പാട് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് ഞാനതിൽ സൂചിപ്പിക്കുകയുണ്ടായി. കഴിയുന്നത്രയും വ്യക്തികളുടെ വില ഇടിച്ചു കളയുവാനും അവരിൽ യാതൊരു നന്മയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും, അവർ മരണമെന്ന് പറയുന്ന ഈ ഭീകരമായ മർമ്മത്തിൻ്റെ അടിമകളാണ് എന്നും, അവർക്ക് ഈ ലോകത്തിൽ ഇനിയും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാറില്ല, എന്തെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടെങ്കിൽ വരുവാനുള്ള ലോകത്തിൽ മാത്രമാണ് എന്നുമുള്ള ധാരണകൾ തികച്ചും പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, ദൈവം വിഭാവന ചെയ്ത മനുഷ്യത്വത്തിൻ്റെ വില എന്ത് എന്ന് മനസ്സിലാക്കാൻ അല്പം പോലും കൂട്ടാക്കാതെ, ചില മതപരമായ കണക്കുകൂട്ടലിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്ന് വ്യക്തികളുടെ ഉള്ളിലെ വിളക്ക് അണച്ചു കളയാൻ മാത്രം പര്യാപ്തമാകുന്ന ഈ ഒരു മതവർഗീയ കാഴ്ചപ്പാടിൽ നോമ്പിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം വർജിക്കുന്നതിൻ്റെ അവസ്ഥയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യന് വിടുതൽ നൽകുന്നൊരു നോമ്പുണ്ട്. അത് വർജിക്കുന്നതിൻ്റെ അല്ല, ആർജിക്കുന്നതിൻ്റെ നോമ്പാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ ചിന്ത അടിക്കടി കൂടുതൽ വിപുലമായും സ്പഷ്ടമായും വരത്തക്ക വിധത്തിലാണ് ഈ പരമ്പരയിലുള്ള എല്ലാ വീഡിയോകളും വിഭാവന ചെയ്തിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, എന്നാൽ അവരുടെ ഇടയിൽ മാത്രമല്ല, പൊതുവായി മതപരമായ ഭക്തി ആചരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ എളിമ എന്താണ്, സൗമ്യത എന്താണ് എന്നതിനെ പറ്റി ഒരു ധാരണയുണ്ട്. ഇത് വളരെ വിചിത്രമാണ്. സ്വന്തം വില ഇടിച്ചു കളയുന്നതാണ് ഈ എളിമ അല്ലെങ്കിൽ സൗമ്യത എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നേരെ മറിച്ചാണ്. ദൈവസന്നിധിയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വില എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും തിരിച്ചറിഞ്ഞ് ആ വിലയുടെ ഉറവിടം ദൈവമാണ് എന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വില നിലനിർത്തണമെങ്കിൽ എനിക്ക് ദൈവഹിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു എന്ന അവസ്ഥയുടെ പേരാണ് ഈ എളിമ അല്ലെങ്കിൽ സൗമ്യത എന്ന് മനസ്സിലാക്കാൻ. ഇത് എന്നെ ആദ്യമായി ബോധ്യപ്പെടുത്തിയത് സോറൻ കീർക്കെഗാഡ് എന്ന് പറയുന്ന ഒരു ഡാനിഷ് ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ട്രൂ ഹ്യൂമിലിറ്റി is humility before God, which could as well seem arrogance in the eyes of men. യഥാർത്ഥത്തിൽ സൗമ്യത എന്നാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ മുൻപിൽ നാം അനുഭവിക്കുന്ന സൗമ്യതയാണ്. ആ സൗമ്യത, അതായത് ആത്മീയമായ അർത്ഥവത്തായ ആ സൗമ്യത മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അഹങ്കാരമാണ് അല്ലെങ്കിൽ ധിക്കാരമാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിൽ വിരുന്നിൻ്റെ മധ്യേ യേശു വെള്ളം വീഞ്ഞാക്കുന്ന ആ സംഭവത്തിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ അവനോട് വന്ന് പറയുമ്പോൾ, എല്ലാവരുടെയും മധ്യത്തിൽ യേശു തൻ്റെ അമ്മയെ
ഏതാണ്ട് അപമാനിക്കുന്നത് പോലെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നില്ലേ? അത് എളിമയാണ്, അത് സൗമ്യതയാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് ഞാൻ ഈ അവതരിപ്പിച്ച ആശയത്തെ വളരെ അധികം സാധൂകരിക്കുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പ്രതികരിച്ചത്? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് തൻ്റെ ഇംഗിതത്തെ പിതാവിൻ്റെ ഹിതത്തിന് 100% അടിയറ വെച്ചുകൊണ്ടാണ്. ഇൻ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് സെൽഫ് സറണ്ടർ ടു ദ വിൽ ഓഫ് ഗോഡ് ദ ഫാദർ. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മർമ്മവും യേശുവിൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ ഉറവിടവും അവൻ്റെ വിലയുടെ മാനദണ്ഡവും എല്ലാം ഒന്നായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഹിതവും അവൻ്റെ ഹിതവും ഒന്നുപോലെ എക്കാലത്തും പ്രവർത്തിച്ചു. അതിൽ നിന്ന് ഉളവാകുന്ന അനുസരണത്തിൻ്റെ അവസ്ഥയാണ് എളിമ അല്ലെങ്കിൽ സൗമ്യത എന്ന ആശയം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് എന്നത് വളരെ വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് എന്താണ്, ക്രിസ്ത്യാനി വെറും ചപ്പും ചവറുമായി പോവുകയാണ്. ഇത് മനസ്സിലാക്കുന്നതിന് യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്പസമയം ഒന്ന് കേന്ദ്രീകരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപ്, അല്ല 55-60 വർഷങ്ങൾക്ക് മുൻപ്, ഞാൻ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴൊക്കെ ചില സമയത്ത് എനിക്ക് അല്പം ശ്വാസം മുട്ടൽ തോന്നിയിട്ടുണ്ട്. കാരണം യേശു തന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അവിടെ വരുമ്പോൾ യേശുവിനെന്താ ഇച്ചിരൂടെ ഒന്ന് താഴ്മ ആയിക്കൂടാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി. ഉദാഹരണമായിട്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ ജലമാകുന്നു, ഞാൻ നിത്യജീവൻ്റെ അപ്പമാകുന്നു എന്നൊക്കെ അങ്ങ് പറയുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ദൈവത്തിൻ്റെ മുൻപിൽ സൗമ്യത പൂർത്തീകരിച്ചവനാണ്. ഈ പെർഫെക്റ്റഡ് ഒബീഡിയൻസ്. യേശുവിനേക്കാൾ സൗമ്യനായ ലോകത്തിൽ ആരുമില്ല. പക്ഷേ യേശു പറയുന്നതോ, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്ന് ഞാൻ നന്നേ ദീർഘകാലം ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ തലമുടി ഒത്തിരിയൊക്കെ പൊഴിഞ്ഞു പോകാനും ഇത് കാരണമായിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രമാത്രം എന്നെ മഥിച്ച ഒരു ചോദ്യമാണ്. നമ്മുടെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഇത് അഹങ്കാരത്തിൻ്റെ വാക്കുകളായിട്ട് മാത്രമേ ഒരു പക്ഷേ തോന്നുവാനിടയാകുകയുള്ളൂ. ഇതെൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, എനിക്ക് 2 പെൺമക്കളാണ്. അവർ വളർന്നു വരുന്ന കാലത്ത് ഏതാണ്ട് 10 വയസ്സ്, മൂത്തവർക്ക് 10 വയസ്സ്, ഇളയവർക്ക് 6 വയസ്സ്. ആ സമയത്തൊക്കെ ഞാനൊരു ധിക്കാരിയാണ് എന്ന ഒരു പരാമർശം എല്ലാ 4 ഭാഗത്ത് നിന്നും അവർ കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ മുട്ടു മടക്കത്തില്ല, ഞാൻ എല്ലാവരെയും കണ്ടാൽ കൈമുത്തത്തില്ല, ബിഷപ്പന്മാരെ കണ്ടാൽ കൈമുത്തത്തില്ല, അവരുടെ മുമ്പിൽ തല ഉനിക്കത്തില്ല, ഞാൻ എൻ്റെ ആത്മാഭിമാനം വിട്ട് പ്രവർത്തിക്കുകയില്ല എന്നതുകൊണ്ട് വെറും ഒരു അച്ഛനായ ഒരു പുരോഹിതനായവൻ ഈ ധിക്കാരം കാട്ടുന്നത് ശരിയാണോ എന്ന് പലരും കുശുകുശുക്കുന്നത് കേട്ടിട്ടുള്ള എൻ്റെ മക്കൾ, അതുപോലെ എൻ്റെ ഭാര്യയും എന്നെ ഗുണദോഷിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വിനയം ആവശ്യമല്ലയോ എന്ന്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ എന്നെ ഒത്തിരി ഗുണദോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഞാനൊരു രാജാവാണ്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞാനൊരു രാജാവാണ്. അപ്പോൾ അവർ മനസ്സിലാക്കാൻ വയ്യാതെ ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറയും, വേദപുസ്തകം അങ്ങനെയാണല്ലോ പറയുന്നത്, പത്രോസ് പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം രാജാവിനെ പോലെ തന്നെ നടക്കുക, രാജാവിനെ പോലെ എൻ്റെ വില ഞാൻ തിരിച്ചറിയുക, അതിനനുസരിച്ച് എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നോട്ടം, നടത്തം, നിപ്പ്, ഇടപാടുകൾ, നിലപാടുകളൊക്കെ ക്രമീകരിക്കുക എൻ്റെ കടമയാണ്. ആരുടെയെങ്കിലും ഡോർമാറ്റായിട്ട് എല്ലാവർക്കും കയറി പന്ത് കളിക്കാനായിട്ടുള്ള
കളിസ്ഥലമല്ല എൻ്റെ വ്യക്തിത്വം. അപ്രകാരം നിർബന്ധമായും കാത്തു സൂക്ഷിപ്പാനുള്ള കടമ എനിക്ക് ദൈവം നൽകിയതാണ്. അത് നിർവഹിക്കാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞത് അവരോർക്കുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്ക് ഇപ്പോൾ വളരെ വ്യക്തമാണ്. യേശുവാണ് നമ്മുടെ മാതൃകയെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാതൃകാ പുരുഷനില്ല, യേശുവാണ്. ഇപ്പം യേശു മാതൃകാ പുരുഷനായതുകൊണ്ട് മറ്റാരിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കരുത് എന്ന് യാതൊരു നിയമവുമില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നത്. അത് അവരുടെ കഷ്ടകാലം. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. നല്ല ആശയങ്ങൾ ഏത് സ്രോതസ്സിൽ നിന്ന് വന്നാലും അത് നിരീശ്വരവാദികളുടെ ഇടയിൽ നിന്ന് വന്നാലും അതെനിക്ക് സ്വീകാര്യമാണ്. പക്ഷെ ലഭിക്കുന്ന ആശയങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ ആത്മീയത ഉണ്ടായിരിക്കണം, ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം, ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്നത് മാറ്റമില്ലാത്ത മർമ്മവുമാണ്. അപ്പോൾ യേശു ഇപ്രകാരം പറയുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നാൽ അതേസമയം യേശുവിനെ ആദർശപുരുഷനായി അല്ലെങ്കിൽ മാതൃകയായി കാണുന്ന, യേശുവിനെ അനുകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന, യേശുവിൽ വസിക്കുന്നു, യേശു ഞങ്ങളിൽ വസിക്കുന്നു എന്നൊക്കെ ചുമ്മാതെ അർത്ഥമറിയാതെ അധരവ്യായാമം നടത്തുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ്. അവനെ മെത്രാനും കത്തനാനും പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നീ ജീവിക്കുന്ന ശവമാണ്, നീ പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നിന്നിൽ യാതൊരു നന്മയുമില്ല, നിന്നെ കൊണ്ടൊരു ഗുണവുമില്ല, പിന്നെ വരുന്ന കാലത്ത് വല്ലതും കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി, ഇങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ ഇതൊന്നും പോരാഞ്ഞ് ആടാണ് മാടാണ് എന്നുകൂടെ പറഞ്ഞു. ഇന്നും നമ്മുടെ മെത്രാന്മാരും കത്തന്മാരും പറയുന്ന അവർ അജപാല ശുശ്രൂഷയിലാണ്, അവർ ആട്ടിടയന്മാരാണെന്നാണ്. നമ്മളൊക്കെ ആടുകളാണ്. വിശ്വാസികൾ ആടും, അവർ ആട്ടിടയന്മാരുമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നാൽ വിശ്വാസികൾ പട്ടികളും അവർ നിങ്ങൾക്ക് വല്ലപ്പോഴും ആഹാരം തരുന്ന യജമാന്മാരുമാണെന്ന് പറഞ്ഞ പോലെ വല്ല വ്യത്യാസമുണ്ട്? ആടിൻ്റെ കൂട്ടിൽ കൊണ്ട് കെട്ടുന്നു, പട്ടിയെയും അതിൻ്റെ കൂട്ടിൽ കെട്ടുന്നു. വ്യത്യാസം എന്താണ്? പട്ടിയെ കറക്കാനൊക്കത്തില്ല, ആടിനെ കറക്കാനൊക്കും. പട്ടിയെ കൊന്നു തിന്നാനൊക്കത്തില്ല, ആടിനെ കൊന്നു തിന്നാനൊക്കും. ഇതല്ലാതെ എന്താണ് വ്യത്യാസം? നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ ആടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൃഗ സാമ്രാജ്യത്തിൻ്റെ ഒരു അംഗമാണ്, ആനിമൽ കിങ്ഡം. അതിപ്പോൾ പൂച്ചയായാലെന്താ, പട്ടിയായാലെന്താ, ആടായാലെന്താ, മാടായാലെന്താ. ഇതൊന്നുമല്ല മനുഷ്യൻ. ആ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ആളുകൾ കൂടുതലും ഇങ്ങനെ ആടുകളെയൊക്കെ വളർത്തുകയും കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അവരുടെ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ എടുത്ത് ഇപ്രകാരം പറഞ്ഞു. അത് നമ്മൾ ആക്ഷരികമായി ഇന്നും ആടിനെയും മാടിനെയും കണ്ടിട്ടില്ലാതെ പട്ടണത്തിൽ വസിക്കുന്ന ആളോട് പറയുന്നത് നീ ആടാണ് മാടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. CSI എന്ന് പറയുന്ന പട്ടിക്കൂടി കിടക്കുന്ന പട്ടികൾ, അല്ലെങ്കിൽ മാർത്തോമ എന്ന് പറയുന്ന പട്ടിക്കൂട്ടിൽ കിടക്കുന്ന പട്ടികൾ, അതുപോലെയാണ് ആടും മാടും എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ യേശു പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ മനസ്സുള്ള മെത്രാനോ കത്തനാരോ നിങ്ങളെ ആടെന്ന് വിളിച്ചാൽ അത് സഹിച്ചോണം, സന്തോഷമായിട്ട് സഹിച്ചോണം, നന്ദിയോടെ സന്തോഷം. അല്ല, നിങ്ങളെ കറന്ന് ഉപജീവനം കഴിക്കാനായിട്ട് നിങ്ങളെ ആടും മാടുമാക്കുന്നവരെ നിങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായി മനസ്സിലാക്കുക. ഞാൻ ഏത് ആത്മാവിലാണ്, അർത്ഥത്തിലാണ് പറയുന്നത് മനസ്സിലാക്കുക. മനുഷ്യൻ്റെ വില ഇടിക്കുന്ന ഒന്നിനോടും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. കാരണം അത്രമാത്രം വില നൽകിയിട്ടാണ് ദൈവം മനുഷ്യൻ എന്ന സങ്കല്പം തന്നെ വിഭാവന ചെയ്തത്. ആ സങ്കല്പത്തിൽ നിന്ന് മനുഷ്യൻ വഴുതിപ്പോയിട്ട് ആ മാഹാത്മ്യേറിയ അനുഭവം അവസ്ഥ അവൻ തിരിച്ചു കിട്ടേണ്ടതിന് വേണ്ടിയാണ് ഇത്ര വില കൊടുത്ത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എന്നിട്ടും പറയുന്നത് നീ ആടാണ് മാടാണ്, നീ ജീവിക്കുന്ന ശവമാണ്, നിങ്ങൾ ഒരു നന്മയുമില്ല, എല്ലാവരും പാപം ചെയ്ത് കൃപയില്ലാത്തവരായി തീർന്നു. യേശു പറയുന്നത് അങ്ങനെയൊന്നുമല്ല, നിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെന്നാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പല കാര്യങ്ങളും വാസ്തവത്തിൽ യേശുവിൻ്റെ മാർഗത്തെ
നിഷേധാത്മകതയുടെ ഒരു മാർഗമാക്കി മാറ്റിയതിൽ പൗലോസ് അപ്പോസ്തലൻ ചെയ്ത അതിക്രമങ്ങൾ വളരെ അധികമാണ്. അത് അതിൽ തന്നെ ഒരു വിഷയമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും എനിക്ക് യേശുവിൻ്റെ മാതൃകയിൽ മാത്രം ആശ്രയിച്ച് എവരോടും പറയാനുള്ളത്, ഈ 2026 ആണ്ടിലെ നോമ്പ് അനുഭവത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിൽ അഭിമാനിക്കാൻ പഠിക്കണം. അതായിരിക്കണം നിങ്ങളുടെ സൗമ്യത. എന്താണ് പുതിയ സൗമ്യത? എന്താണ്? ദൈവത്തിൽ നിങ്ങൾ അഭിമാനിക്കാൻ പഠിക്കണം. എന്താണ്? ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വലിയ വലിയ സാധ്യതകൾ. ഈ തരുണത്തിൽ യേശു പഠിപ്പിച്ച താലന്തുകളുടെ ഉപമ സ്മരണീയമാണ്. എല്ലാവർക്കും താലന്ത് നൽകിയിട്ടുണ്ട്. താലന്തില്ലാത്ത ആരെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ചിലർ അത് തിരിച്ചറിയുന്നു. തിരിച്ചറിയുന്നവർ ലഭിച്ച താലന്തിൻ്റെ മേന്മ കൂട്ടുവാൻ അധ്വാനിക്കുന്നു. തിരിച്ചറിയാത്തവർ, താലന്തിൻ്റെ വില തിരിച്ചറിയാത്തവർ നിഷേധാത്മകതയുടെ അന്ധകാരത്തിൻ്റെ ആത്മാക്കളായി അവർ ഉള്ളത് കുഴിച്ചിട്ടിട്ട് അവരുടെ ജീവിതം അവരുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ശവക്കോട്ടയായി അവർ കാത്തു സൂക്ഷിക്കുന്നു. അവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. വല്ലതും തരണേ എന്ന് അവരുടെ ആർദ്രതയോടുകൂടെ ദൈവത്തോട് ഇരക്കുന്നു. അത് വലിയ ഭക്തിയാണെന്ന് അവർ ധരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ അപലപനീയമായ, തികച്ചും അർത്ഥശൂന്യമായ, മനുഷ്യത്വത്തിന് വിഷം നൽകുന്ന ചില ക്രമീകരണങ്ങളും ധാരണകളും പ്രമാണങ്ങളുമാണ്, രീതികളുമാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. ദയവായി മനസ്സിലാക്കുക. അത് തിരിച്ചറിയാൻ വലിയ കാര്യമൊന്നുമല്ല. ക്രിസ്തീയ സമൂഹത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടിവ്, അധപ്പതനം, കാമ്പില്ലായ്മ, ഞാൻ സത്യമായി പറയുന്നു, ഇന്ന് ഭാരതത്തിൽ, കേരളത്തിലും ഏറ്റവും അധപ്പതിച്ച ഒരു മതക്കൂട്ടം, ഒരു വർഗം ക്രിസ്ത്യാനികളാണ്. പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാർ, പുരോഹിതന്മാർ, മെത്രാന്മാർ, നികൃഷ്ട ജീവികൾ എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു വാക്കായിട്ട്, ഒരു പ്രസ്താവനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നികൃഷ്ടജീവിയാണ് എന്ന പ്രസ്താവനയാണ്. അത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭയുള്ള ഈ കീരിയും പാമ്പും കളിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു കത്തനാരോട് എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയുന്നില്ല, നീ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഗുണമെങ്കിലും കാണിക്കണമെന്ന് പറയുന്നില്ലേ? നിങ്ങൾ ആ വീഡിയോ ഓർക്കുമല്ലോ. ഒരു മനുഷ്യൻ അത്രമാത്രം ഗതികെട്ടിട്ടാണെങ്കിൽ, ഞാൻ പിണറായി വിജയൻ്റെ മൂട് താങ്ങി കിടക്കുന്ന ആളല്ല, പക്ഷേ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് നമുക്ക് അപ്രമേയമായ വില നൽകുവാൻ ദൈവം ഇത്രമാത്രം വലിയ വില കൊടുക്കുന്നു? സ്വന്തം പുത്രനെ ലോകത്തിൽ അയച്ച് പാപപരിഹാരമായി നൽകി നമ്മെ രൂപാന്തരപ്പെടുത്തി പുത്രത്വത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനായി, റീഹാബിലിറ്റേറ്റ് ചെയ്യാനായി ദൈവം ഇടപെട്ടു. അതിനുശേഷവും നമ്മളെന്താണ്? പാപികളാണ്, പുഴുവാണ്, കിഴുവാണ്, പിന്നെ അല്ലെങ്കിൽ കച്ചറയാണ് എന്ന അവസ്ഥയിൽ നമ്മൾ കിടക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ദയവായി മനസ്സിലാക്കണം. യേശു തൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി ഇത്ര പോസിറ്റീവായി, സകാരാത്മകമായി, ആത്മധൈര്യത്തോടെ, ശങ്കയ്ക്ക് അല്പം പോലും ഇടം കൊടുക്കാത്ത വിധത്തിൽ പ്രസ്താവിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്ന ഏവരും അവരുടെ വില തിരിച്ചറിയണം, അവരുടെ സാധ്യതകൾ തിരിച്ചറിയണം, അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അവർ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അതിൻ്റെ പേരാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്. മറ്റൊന്നും ഒരർത്ഥവും അതിനകത്തില്ല. യേശുവിനെ പോലെ ചിന്തിക്കുകയും യേശുവിനെ പോലെ അർത്ഥവത്തായി ജീവിക്കുകയും ദൗത്യബോധത്തിൻ്റെ ഊർജ്ജം അനുദിനം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു വ്യക്തിത്വം, അതൊരു പുതിയ സൃഷ്ടി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു മാതൃകയായി യേശു നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് ഇങ്ങനെ ചപ്പും ചവറുമായി പോയത്? ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾ എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഏറ്റവും ലളിതമായ വിധത്തിൽ ഇതിൻ്റെ ഉത്തരം ഒന്ന് രേഖപ്പെടുത്തി ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, യേശു ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നത് പോലെ, മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് അവൻ്റെ ശരീരമോ അവൻ്റെ ഭൗതികമായ സ്വത്തോ അല്ല,
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തിയുടെ ജീവന്റെ വില നിശ്ചയിക്കുന്നത് അവൻ്റെ ഇഹലോക സമ്പത്തല്ല. എ മാൻസ് ലൈഫ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ ദി അബണ്ടൻസ് ഓഫ് ഹിസ് പൊസഷൻസ് എന്ന് പറയുന്നത്. അത് വ്യക്തമാണല്ലോ, യാതൊരു സംശയമൊക്കെ അതിൽ. പിന്നെ എന്താണ് അവൻ്റെ വില? അവൻ്റെ ആത്മാവാണ് അവൻ്റെ വില. നമുക്കറിയാം, യേശു യെരൂശലേം ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടെ ഭണ്ഡാരത്തിൽ ധനികന്മാരായ ആളുകൾ വന്ന് വലിയ അവരുടെ കഴിവിൻ്റെ തോതനുസരിച്ച് സംഭാവനകൾ നൽകുമ്പോൾ ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ വന്ന് 2 കൊച്ചു കാശ് അവിടെ ഇടുമ്പോൾ മറ്റെല്ലാവരെയും അവഗണിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഇവളാണ് ഏറ്റവും അധികം നൽകിയത്. കാരണം അവൾ നൽകിയത് ഭൗതികമായ ആ സ്കെയില് കൊണ്ട്, അളവുകോല് കൊണ്ട് അളന്നാൽ ഒന്നുമില്ലെന്ന് തോന്നിയാലും അവൾ നൽകിയത് ആത്മാവ് കൊണ്ടാണ്. ആത്മാവിൻ്റെ വില കൊണ്ട് വേണം അവളുടെ ചില്ലിക്കാശ് അളക്കേണ്ടത് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ നൽകിയത് അവരുടെ കൈ കൊണ്ടാണ്, അവൾ നൽകിയത് അവളുടെ ആത്മാവ് കൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. എല്ലാറ്റിൻ്റെയും വില നിശ്ചയിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. അതുപോലെ തന്നെ തോട്ടത്തിൽ വേലക്കാരെ ആക്കി വെക്കാനായി ഇറങ്ങിത്തിരിച്ച തോട്ടവുടമയുടെ കഥ യേശു പറയുന്നു. 21-ാം അധ്യായം. 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും പിന്നെ 11-ാം മണി നേരത്തും എല്ലാവർക്കും തുല്യമായ വേതനം കൊടുക്കുമ്പോൾ 3-ാം മണി തൊട്ടേ അധ്വാനിച്ച ആളുകൾ ന്യായമായും അമർഷം പൂണ്ടിട്ട് പകൽ മുഴുവനും അധ്വാനിച്ച് ഞങ്ങളെ അവനെ പോലെ ആക്കിയല്ലോ എന്ന് പറയുമ്പോൾ യജമാനൻ പ്രതികരിക്കുന്ന വിധം, കാരണം ഈ 11-ാം മണി നേരത്ത് വന്ന കേവലം 1 മണിക്കൂർ മാത്രം അധ്വാനിച്ചവൻ്റെ കൈ കൊണ്ടല്ല, അവൻ്റെ ആത്മാവ് കൊണ്ടാണ്. ആത്മാവ് കൊണ്ടാണ്. മറിഞ്ഞിരിക്കുന്ന നിധിയെപ്പറ്റി യേശു പറയുന്നില്ല, അത് ആത്മാവിനെ പറ്റിയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങളുടെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കുണ്ട്, അതിപ്പോൾ പറയുകയുണ്ടായതുകൊണ്ട് വെളിച്ചമാരും കാണുന്നില്ല. അത് നിങ്ങളുടെ ആത്മാവിനെ പറ്റിയാണ്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി നമുക്ക് ധരിക്കുക, ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ്റെ ശരീരമല്ല, അവൻ്റെ സ്വത്തല്ല, അവൻ്റെ മനസ്സ് പോലുമല്ല, അവൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് നമുക്കുണ്ടായിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വിശുദ്ധനായ വ്യക്തിക്കും ഏറ്റവും പാവപ്പെട്ടവനും പാപിയുമായ എനിക്കും നിങ്ങൾക്കും ഒരേ ആത്മാവാണ്. ഒറ്റ ആത്മാവേ ഉള്ളൂ. ഇപ്പം ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും ഒരു വോട്ടെന്ന് പറയുന്നത് പോലെ മതത്തിൻ്റെ ആത്മീയതയുടെ ജനാധിപത്യത്തിൽ ഒരാത്മാവേ ഉള്ളൂ. പോപ്പിന് 2 ആത്മാവില്ല. ഇവിടുത്തെ ബാവ, കോട്ടയം അരമനയിലിരിക്കുന്ന ദൈവലോകത്തിരിക്കുന്ന ബാബായിക്കും ഒരാത്മാവ്, അവിടെ ഇരിക്കുന്ന ക്ലിമ്മീസ് ബാബായിക്കും ഒരാത്മാവ്, ഈ പാവപ്പെട്ട അകാലപ്രജ പോലെയുള്ള എനിക്കും ഒരാത്മാവ്. ഇതാണ് ആത്മീയമായ ജനാധിപത്യം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വലിയ കോമാളിത്തരവും കളിച്ചുകൊണ്ട് പാവാട എടുത്ത ആൾ ഇങ്ങനെ നടക്കുകയും ഇങ്ങനെ കുരിശൊക്കെ വെച്ച് ആട്ടിവാറിൻ്റെ തലയെ കൊണ്ട് മുട്ടിച്ച് കുതിരക്കം പുകച്ച് കിക്കി പറഞ്ഞ് ഇങ്ങനെ നടക്കി കോമാളിത്തരം കളിക്കുന്നത് എന്തുകൊണ്ടാണ്? വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാനത് അതിൻ്റെ താത്വികമായ വിഷയം കുറച്ച് വ്യക്തമായി വെളിപ്പെടുത്തട്ടെ. നിങ്ങൾ ദയവായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനുഷ്യന് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ രഹസ്യം കാണേണ്ടത് അതിൻ്റെ യഥാർത്ഥ ഉറവിടമായ അവൻ്റെ ആത്മാവിലാണ്. അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് പ്രവഹിക്കുന്നു, യാതൊരു സംശയമില്ല. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആദാമിനെ ഉണ്ടാക്കിയ ശേഷം യഹോവ അവൻ്റെ മൂക്കിലേക്ക് ശ്വാസമൂതി ഊതുക ഒരു പ്രവാഹമാണ്. നാം ഓരോരുത്തരും അനുദിനം അനുനിമിഷം ദൈവവുമായുള്ള ബന്ധത്തിലാണ് കഴിയുന്നത്. അതിൻ്റെ പേരാണ് ജീവൻ എന്നുള്ളത്. ജീവനെ ഞാൻ മനസ്സിലാക്കുന്നത് നാമും ദൈവവുമായുള്ള നിരന്തരമായ ആ ബന്ധത്തിൻ്റെ പ്രവാഹമായിട്ടാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലൈഫ് ബിറ്റ്വീൻ us ആൻഡ് ദ ക്രിയേറ്റർ. അതാണ് ജീവനെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആത്മാവാണ്. ആത്മാവ് മാത്രമാണ് അതുമായി ചെന്ന് മുട്ടുന്നത്. ശരീരത്തിന് അത് സാധ്യമല്ല, മനസ്സിനും സാധ്യമല്ല, ആത്മാവിൽ മാത്രമേ അത് സാധിക്കൂ. എന്നാൽ സംഭവിക്കുന്നത് ദൈവമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉറവിടമെങ്കിലും ആ ആത്മാവ് നമ്മുടെ ജനനത്തിൽ കൂടെ ഈ ലോകത്തിൻ്റെ അവസ്ഥയിലായിത്തീരുകയും വളർച്ചയിൽ കൂടെ ഈ അകൽച്ച വർദ്ധിച്ച് നാം ഈ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കൂടെ അനുഭവിക്കുന്ന ലോകം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന ഒരു തെറ്റിദ്ധാരണയിലായിത്തീരുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഭിരുചികൾ
ദൈവികമല്ല ലൗകികമായി തീരുന്നു. നമ്മുടെ വളർച്ചയുടെ ഭാഗമായി നമ്മുടെ വ്യക്തിത്വം അഭൗമമായത് ഭൗതികമായി തീരുന്നു, ദൈവികമായത് ലൗകികമായി തീരുന്നു. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എന്താണ് ശിശുക്കളെ പോലെ ആയി വരിക എന്ന് പറഞ്ഞാൽ? കുപ്പിയിൽ പാൽ കുടിക്കണമെന്നാണ്, അല്ലെ കിടന്നിടത്ത് മുള്ളണമെന്നാണ്? അല്ലല്ലോ. നിന്റെ അവസ്ഥ, നിന്റെ ചെറുപ്പത്തിൽ നീ ശൈശവത്തിലായിരുന്നപ്പോൾ നീ ദൈവത്തോട് അടുത്തിരുന്നു. നീ വളർന്ന് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ ലോകത്തോടുള്ള ബന്ധത്തിലേക്ക് നീ കൂടുതൽ ആണ്ടുപോയി. അങ്ങനെ മുൻപോട്ട് പോകും തോറും നിന്റെ ഉറവിടം എന്താണെന്ന് നീ മറന്നുപോയി. തൽഫലമായി ദൈവത്തോട് അകൽച്ച വർദ്ധിക്കും തോറും, ഈ ലോകത്തോടുള്ള അടുപ്പം കൂടുന്തോറും നിന്റെ താല്പര്യത്തിൽ, നിന്റെ അഭിരുചിയിൽ വലിയ ഇടിവുണ്ടായിട്ട് തികച്ചും അശുദ്ധമായതും അർത്ഥശൂന്യമായതിലും മാത്രം നീ ഇപ്പോൾ താല്പര്യപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് പലർക്കും ആത്മീയമായി ആഴമുള്ള ആശയങ്ങൾ അറിയേണ്ടി വരുമ്പോൾ അവർ ആകെപ്പാടെ ശ്വാസമുട്ടൽ അനുഭവിക്കും. അതേസമയം ആത്മീയമായി മരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലിൻ്റെ അവസ്ഥ വരുമ്പോൾ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല ആശയം കാണുമ്പോൾ തന്നെ മറന്ന്, ആർക്കിമിഡീസ് യുറക്ക എന്ന് പറഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി പട്ടണത്തിലേക്ക് ഓടിയെന്ന് പറഞ്ഞതുപോലെ അതുപോലുള്ള ആവേശം അനുഭവിക്കേണ്ടതിന് പകരം ഒരു ആത്മീയമായ ആഴമുള്ള ഒരാശയം വരുമ്പോൾ പോയി തലകറങ്ങുന്നേ, എനിക്ക് തലകറങ്ങുന്നേ, നിർത്തണേ 7 മിനിറ്റായി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ അതേസമയം ഒരു അശ്ലീല വീഡിയോ ആണെങ്കിൽ 5 മണിക്കൂർ ഒരു പ്രശ്നമില്ല. വേണ്ട, ഒരു പാചകക്കുറിപ്പ് ഇവിടെ പല വീഡിയോകൾ ഇങ്ങനെ പരിഗണിച്ച് വന്നപ്പോൾ ഈ കാലത്തെ ട്രെൻഡ് അറിയണമല്ലോ. ഒരു പാചകക്കുറിപ്പ് 10 ലക്ഷം പേര്, അത് 22 മിനിറ്റ് ഉണ്ട്. 10 ലക്ഷം പേര് കണ്ടിരിക്കും. അതേസമയം യേശു പറഞ്ഞൊരു ആശയത്തിൻ്റെ ആഴം ഇതാണെന്ന് പറഞ്ഞാൽ ആൾ ശ്വാസം മുട്ടി എല്ലാ നിയന്ത്രണവും നശിച്ച് മുണ്ടും നനച്ച് ഓടിപ്പോയി കളി. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ അകൽച്ച, നമ്മുടെ ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് നാം എത്രമാത്രം അകന്നു പോയിരിക്കുന്നു. അങ്ങനെ അകൽച്ചയിൽ കൂടെ നമുക്ക് സംഭവിച്ച ഇടർച്ച, അബറേഷൻ, അതുമൂലം നമ്മുടെ അഭിരുചികൾ മുഴുവനും തരം താഴ്ന്നതാണ്, തറപ്പരിപാടിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ താല്പര്യമുള്ളത് ഇങ്ങനെ തറ കാര്യങ്ങളോടാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, എറിഞ്ഞു കൊടുക്കരുത്. ആരാണ് പന്നികൾ? ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകൽച്ച പ്രാപിച്ച് അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം പൂണ്ടിരുന്നിട്ട് തികച്ചും തരംതാണ കാര്യങ്ങളിൽ മാത്രം താല്പര്യം. ഇപ്രകാരം ഒരു പന്നി അമേദ്യം അന്വേഷിച്ച് ചീഞ്ഞു നാറിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുവോ, അതുപോലെ മനുഷ്യനായിത്തീരും. അങ്ങനെയുള്ളവർക്ക് ദൈവികമായ ആശയങ്ങൾ കണ്ടാൽ കോപമുണ്ടാകും, അവർ അസ്വസ്ഥത അനുഭവിക്കും, അത് സഹിക്കാൻ വയ്യാതെ അവർ തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയും എന്ന് യേശു പറയുന്നത് ആക്ഷരികമായി ശരിയാണ്. ഇത് നമ്മുടെ അവസ്ഥയുടെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചറിവെങ്കിലും ഈ നോമ്പ് കാലത്ത് കൈവരിക്കാൻ ഇടയാൽ അത് അനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്നതാണ് എനിക്ക് അവരോടും അറിയിക്കാം. അതുകൊണ്ട് 2026-ാം ആണ്ടിലെ നോമ്പ് കാലത്ത് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നാളിതുവരെ നാം പാലിച്ച ഈ എളിമയും സൗമ്യതയും വേരോടെ പറിച്ച് അറബിക്കടലിലോട്ട് എറിഞ്ഞിട്ട് യേശുവിൽ കണ്ട സൗമ്യത ആത്മാവിലും സത്യത്തിലും ആചരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകണം. നാം ആകുന്നത് ക്രിസ്തുവേശുവിലാകുന്നു, അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞാൽ നാം ആകുന്നത് ദൈവത്തിലാകുന്നു.
നാം എന്താകുന്നു എന്ന് തീരുമാനിക്കുന്ന ലോകം നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ്. അവൻ നല്ലവളാണ്, അവൾ നല്ല ഭക്തയാണ്, അല്ലെങ്കിൽ അവൻ ഉദാരമതിയാണ്, അവൻ വിദ്യാഭ്യാസം, അവൻ വിവരമുള്ളവനാണ്, അവൻ കുടുംബമഹിമയുള്ളവനാണ്, മതിലെ കളിച്ച ക്രിസ്ത്യാനിയാണ്. മതിലെ കളിച്ച ക്രിസ്ത്യാനി മതിലെ തന്നെ ഇരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി, എത്രയോ തലമുറകളായി മതിലെ തന്നെ ഇരിക്കുകയാണ്, അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ലോകം തരുന്ന സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് നമ്മളെ തന്നെ മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെയല്ല. ദൈവം നിനക്ക് നൽകിയിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ദൈവം നിനക്ക് നൽകിയ വ്യക്തിത്വത്തിൻ്റെ അപാരമായ വിലയും സാധ്യതയുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ നിന്റെ ഉള്ളിൽ ഉളവാകുന്ന അവസ്ഥയുടെ പേരാണ് ആത്മാഭിമാനം, ആത്മധൈര്യം, ഹ്യൂമൻ ഡിഗ്നിറ്റി. എനിക്ക് വളരെ വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ അന്തസ്സ്, ഹ്യൂമൻ ഡിഗ്നിറ്റി. അത് ആത്മീയമാണ്. മനുഷ്യ അന്തസ്സിനെ, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ മനസ്സിലാക്കുന്ന അത് ആത്മീയമാണ്, ആത്യന്തികമായ ആത്മീയമാണ്. അത് തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിച്ചും അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കത്തക്കവണ്ണം ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് സൗമ്യത. ദൈവത്തിൻ്റെ മുമ്പിൽ നാം സൗമ്യത പാലിക്കുന്ന അങ്ങനെ മാത്രമാണ്. സ്വന്തം വിലയിടിച്ചും ഞാനൊരു കഴുതയാണ് എന്ന് പറഞ്ഞു എല്ലാ അവസരങ്ങളും നിരാകരിച്ചും ഇങ്ങനെ വിറങ്ങലിച്ച് അല്ലെങ്കിൽ പക്ഷപാതരോഗികൾക്ക് പോലെ കൂടെ കിടന്ന് നാലാൾ നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന് അവിടെയും പോയി ഇവിടെയും പോയി അർത്ഥശൂന്യമായി ജീവിച്ച് അയ്യോ ഞാനൊന്നുമല്ലേ, ഞാൻ ചപ്പച്ചോറുവാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കിഴുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്ത് ഗുണമുണ്ടെന്നാണ് ഈ പറയുന്നത്. നീ പാപിയാണ്, അതുകൊണ്ട് നീ ചത്തു, ചാകാൻ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നീ പാപിയാണെന്ന് പറയുന്നവൻ ആരാ? ഗോപിയാണ്. അങ്ങനെ പറയാൻ അവനെന്താണ് അവകാശം? അവൻ ആരാണ്? അവൻ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? നിങ്ങൾ പാപിയല്ല. യേശു പറയും നിങ്ങൾ ദൈവമക്കളാണ്. അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ആ അധികാരം പ്രാപിക്കുന്ന അവസ്ഥയായി 2026 നോമ്പുകാല അനുഭവങ്ങൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.